ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവരെയും കർത്തൃനാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 21-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. ശൗൽ രാജാവിനെ ഭയപ്പെട്ട ഓടുന്നവനായ ദാവീദ് ഫെലിസ്ത്യ രാജാവായ അബീമേലെക്കിൻ്റെ അല്ലെങ്കിൽ ആക്കീസ് രാജാവിൻ്റെ അടുത്ത് എത്തുന്നതും അവിടെ വെച്ച് അദ്ദേഹം ശത്രുരാജ്യം തന്നെ തിരിച്ചറിഞ്ഞുവെന്നറിഞ്ഞ് രക്ഷപ്പെടാനായി ബുദ്ധിഭ്രമം അവിടെ നടിക്കുകയും അങ്ങനെ ആ ഗത്ത് രാജാവായ ആക്കീസ് രാജാവ് അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കുകയും ആ ബുദ്ധിഭ്രമം നടിക്കുവാൻ തക്കവണ്ണം തനിക്ക് ബുദ്ധി തന്ന സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദാവീദ് ഓടിപ്പോവുകയാണ്. ആ സമയത്ത് ദാവീദ് പാടിയ സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ സങ്കീർത്തനത്തിൻ്റെ മുഖവരിയിൽ അത് പ്രത്യേകമായി എഴുതിയിട്ടുമുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഇതുപോലെയുള്ളതായ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലൂടെ കടന്നാണ് ദൈവം അത്ഭുതകരമായി നമ്മളെ വിടിവിക്കുന്നത്, നമ്മൾ അനുഭവിച്ചറിയുന്നത്. അതിനാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രകാരമുള്ള ഓരോ അനുഭവങ്ങളും ദൈവം നൽകുന്നതെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അവിടെ നിന്ന് ദാവീദ് ഓടിച്ചെല്ലുന്നത് മറ്റൊരു ഗുഹയിലാണ്. പ്രാണരക്ഷാർത്ഥം അദ്ദേഹം ഓടിപ്പോവുകയാണ്. സൗൽ തന്നെ കന്നാൽ കൊല്ലും. അങ്ങനെ ഓടി അതുല്യാം ഗുഹയിൽ അദ്ദേഹം എത്തിച്ചേരുകയാണ്. അദ്ദേഹം അവിടെ ഉണ്ട് എന്നറിഞ്ഞ് ആ ദേശത്തെ കഷ്ടമനുഭവിക്കുന്ന ആളുകൾ, അതായത് പീഡിതരെ, കടമുള്ളവരെ, അസന്തുഷ്ടരായ ആളുകൾ, സൗൽ രാജാവിൻ്റെ ഭരണത്തിൽ അസന്തുഷ്ടരായി പീഡ അനുഭവിക്കുന്ന ആളുകളെല്ലാം കൂടി ദാവീദിൻ്റെ അടുത്ത് രഹസ്യമായി ചെല്ലുകയാണ്. അവർ തന്നെ ഏകദേശം 400 പേരോളം ഉണ്ടായിരുന്നെന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അവരുടെയൊക്കെ സങ്കടം അവർ ദാവീദിനോട് പങ്കുവയ്ക്കുകയാണ്. പക്ഷെ ദാവീദിന് ഇപ്പോൾ അവരെ സംരക്ഷിക്കുവാനോ അവർക്ക് വേണ്ടത് ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ ദാവീദിൻ്റെ മാതാപിതാക്കളും അവിടെ എത്തി. ആ മാതാപിതാക്കളെ താൻ ഓടിപ്പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകാനാവില്ല. അപ്പോൾ അദ്ദേഹം, നമ്മൾ വായിക്കുന്നു, അദ്ദേഹം മോവാബിയ രാജാവിനെ കണ്ടിട്ട് തൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ആവശ്യപ്പെടുകയാണ്. മോവാബിയർ വാസ്തവത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുക്കളാണ്. പക്ഷേ ആ മോവാബിയ രാജാവ് ദാവീദിൻ്റെ മാതാപിതാക്കളെ അവിടെ ഏറ്റെടുക്കുന്നതായി നമ്മൾ കാണുന്നു. ദൈവികമായ പദ്ധതി നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ശത്രുവിനെ കൊണ്ട് ദാവീദിൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള ക്രമീകരണം ആ രാജാവിന് പ്രകാരം ഒരു കരുണ തോന്നത്തക്കവണ്ണം ദൈവം അവിടെ ഇടപെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പ് ഈ അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ്. അതിനുശേഷം അവിടുത്തെ ഒരു പ്രവാചകനായ ഗാദ് ദാവീദിനോട് പറയുന്നു, നീ ഇങ്ങനെ ഗുഹയിൽ പാർക്കുവാനുള്ളതല്ല, അത് നീ അവസാനിപ്പിക്കണം. അപ്പം അത് കേട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഒരു വനത്തിലേക്ക് പോവുകയാണ്. ഹേരത്ത് വനത്തിൽ അദ്ദേഹം അവിടെ ചെന്ന് പാർക്കുകയാണ്. ദൈവത്തിൻ്റെ അഭിഷേകം ചെയ്യപ്പെട്ടവൻ നേരിടേണ്ടി വരുന്നതായ സഹനത്തിൻ്റെ പാതകളെ ദാവീദിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതറിഞ്ഞവനായ ശൗൽ രാജാവ് ഈ ദാവീദ് അഹീമേലെക്ക് രാജാവിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഏദോമ്യനായ ദോയഹ എന്ന് പറയുന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവന് ദാവീദ് അഹീമേലെക്ക് പുരോഹിതൻ്റെ അടുത്ത് ചെന്നതും
അദ്ദേഹം അവനും അവൻ്റെ ഭൃത്യന്മാർക്കും അപ്പം കൊടുത്തതും ഫെലിസ്ത്യരെ കൊന്നതായ അല്ലെങ്കിൽ ഗോലിയാത്തിനെ കൊന്നതായ വാൾ കൊടുത്തതുമായ സംഭവങ്ങളൊക്കെ സൗലിനെ അദ്ദേഹം അറിയിച്ചു. അപ്പോൾ സൗൽ രാജാവ് വീണ്ടും കോപിഷ്ഠനായി അഹിമേലെക്ക് ആയ ആ പുരോഹിതനെയും അവൻ്റെ കുടുംബാംഗങ്ങളെയും അതുമായി ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചു വരുത്തി. ദാവീദാണോ നിങ്ങളെ സംരക്ഷിക്കുന്നത്? ഈ രാജ്യത്തിന് രാജാവ് ഞാനാണ് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ക്രമീകരിച്ചു തരുന്നത്. പക്ഷെ നിങ്ങൾ എനിക്കെതിരെ ഗൂഢാലോചന നടത്തി അവനെ നിങ്ങൾ സഹായിച്ചത് എന്തിന്? അപ്പോൾ പുരോഹിതനായ അഹിമേലെക്ക് ചോദിക്കുന്നുണ്ട്, ദാവീദിനെ പോലെ വിശ്വസ്തനായ മറ്റേത് ഭൃത്യനാണ് അങ്ങയുടെ കൂടെ അങ്ങയുടെ കൊട്ടാരത്തിലുള്ളത്? ദാവീദ് അങ്ങയുടെ മരുമകൻ കൂടിയല്ലേ? അദ്ദേഹം എന്ത് ദോഷമാണ് അങ്ങയോട് ചെയ്തത്? ഇതൊന്നും കേൾക്കുവാൻ അത് ഉൾക്കൊള്ളുവാനോ സൗലിന് ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം ദാവീദിനോടുള്ള പക അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ദാവീദിനെ വകവരുത്തുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. തൻ്റെ മകൻ യോനാഥാൻ കൂടിയാണ് ദാവീദിനെ സഹായിക്കുന്നതെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. എൻ്റെ മകനും എന്നെ വഞ്ചിക്കുകയായിരുന്നു, നിങ്ങളും എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് കോപിഷ്ഠനായ അദ്ദേഹം ആ പുരോഹിതന്മാരെ എല്ലാം അവിടെ വെച്ച് വധിച്ചു കളഞ്ഞ ഏകദേശം 85 പേരെ, പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 85 പേരെ അന്ന് തന്നെ വധിച്ചു കളഞ്ഞതായി നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. പിശാചൊരു മനുഷ്യനിൽ കടന്നു കഴിയുമ്പോൾ ഏതെല്ലാം ഹീനപ്രവർത്തികൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അഹിമേലെക്കിൻ്റെ മകൻ അബിയാഥാർ എന്ന് പറയുന്നൊരു മനുഷ്യൻ മാത്രം ആ വധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൻ ഓടി ദാവീദിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു പുരോഹിതന്മാരെയൊക്കെയും കൊന്നുകളഞ്ഞു. നിന്നെ സഹായിച്ചതിൻ്റെ പേരിലാണ് ഇതൊക്കെയും അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ ദാവീദ് വളരെ ദുഃഖിതനായവനോട് പറയുന്നു, ഞാൻ മുഖാന്തരം നിൻ്റെ പിതൃഭവനത്തിലുള്ള എല്ലാവരും മരിക്കേണ്ട സാഹചര്യമുണ്ടായി. എന്നെ സംരക്ഷിച്ചതിൻ്റെ പേരിലാണ് സൗൽ രാജാവിന് നിങ്ങളോട് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് നീ എൻ്റെ കൂടെ ആയിരിക്കുക, ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ നിനക്ക് സംരക്ഷകനായിരിക്കും എന്ന് പറഞ്ഞ് അബിയാഥാറിനെ അദ്ദേഹം അവിടെ സംരക്ഷിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഈ വേദഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്കും തോന്നാം, ദൈവത്തിൻ്റെ അഭിഷിക്തനെ ദൈവത്തിന് സംരക്ഷിച്ചുകൂടെ? രാജാവായി ശമൂവേലിനെ കൊണ്ട് ദാവീദിൻ്റെ തലയിൽ അഭിഷേക തൈലം ഒഴിപ്പിച്ച യഹോവയായ ദൈവമാണ് അവനെ തിരഞ്ഞെടുത്തത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനത്തിൻ്റെ പഴയ നിയമ മാതൃകയാണ് ദാവീദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹനം കൂടാതെ ആർക്കും സ്വർഗരാജ്യം അവകാശമാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കർത്താവും പുതിയ നിയമത്തിൽ പറഞ്ഞു, ആരെങ്കിലും എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം ത്യജിച്ച് ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ആ ക്രൂശിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമായിട്ട് തീരുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ നിഷ്പ്രയാസം ഈ സൗൽ രാജാവിനെ ഇല്ലാതാക്കാം, പക്ഷെ അത് ചെയ്യുകയില്ല. രണ്ടും ഒരേ സമയത്ത് ഇവിടെ നിലനിൽക്കും. ഈ ലോകം, ഈ ഭൂമി മുഴുവൻ പിശാചിൻ്റെ അധീനതയിലാണ്. അവിടെയാണ് കർത്താവ് മനുഷ്യാവതാരം ചെയ്തു വന്ന് തൻ്റെ ക്രൂശ് മരണത്തിലൂടെ പീഡകൾ സഹിച്ച് പിശാചിനെ അദ്ദേഹം തോൽപ്പിച്ചു. ആ വഴിയിലൂടെ ഞാനും നിങ്ങളും യാത്ര ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സഹനവും നമ്മൾ എത്രമാത്രം വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളതിനുള്ള നമ്മെ തന്നെ ശോധന ചെയ്യുവാനും ദൈവസ്ഥാനത്തിൽ അങ്ങനെ തെളിയിക്കാനുമുള്ള അവസരമാണ്. നമുക്കറിയാം, സ്വർണ്ണമാകുന്നത് അനേക പ്രാവശ്യം അഗ്നിയിലൂടെ ശോധന ചെയ്യപ്പെട്ടിട്ടാണ്. ഓരോ പ്രാവശ്യവും ശോധന ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ മാറ്റ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. യാക്കോബ് ശ്ലീഹ പറഞ്ഞ നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനത്തെയും ആ രീതിയിൽ
ദൈവം നമ്മളെ ശുദ്ധീകരിച്ച് നമ്മുടെ മാറ്റ് വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ള ബോധ്യത്തോടെ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്കിടയാകണം. ദാവീദ് ഒരിക്കലും ഈ സന്ദർഭങ്ങളൊക്കെയും ഒരു കിന്നരം വായിച്ച് സങ്കീർത്തനങ്ങൾ ആലപിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. അവന് സൗൽ രാജാവിനോട് യാതൊരു വിരോധവുമില്ല. പക്ഷേ സൗൽ രാജാവിന് ദാവീദിനോടാണ് വിരോധമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെയുള്ള നമ്മളും കാരണമില്ലാതെ പല ആളുകളാൽ നമ്മൾ പരിഹസിക്കപ്പെടുകയും ദുഷിക്കപ്പെടുകയും നമ്മൾ ഒറ്റപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാം. എന്നാൽ ആ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിലനിൽക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ ഈ അനുഭവങ്ങളൊക്കെ നമുക്കതിന് മാതൃകയാകട്ടെ. ആ ദൈവസ്ഥനിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.